Hi friends, this is Nitin from English Mittayi and I am back with another lesson. Today I am very excited. Do you know why? പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ചോദിച്ചിരുന്നു. And I got a lot of suggestions as comments. So today we are going to learn some phrases that are used for expressing suggestions. നമ്മളുടെ ഡെയിലി ലൈഫിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞിരിക്കേണ്ട ഒരുപാട് അവസരങ്ങളുണ്ട്. കുട്ടികൾ കൂട്ടുകാരായിട്ട് കളിക്കുമ്പോൾ, സ്കൂളിൽ, വീട്ടിൽ, മുതിർന്നവർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ജോലി തിരക്കിൽ, സംഭാഷണങ്ങളിൽ, അങ്ങനെ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ സജഷൻസ് നൽകേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. What would you like for today's breakfast? ദേ കണ്ടില്ലേ, എന്നോടുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കുട്ടികൾ സാധാരണ ചോദ്യം ചോദിക്കുന്നവരല്ലേ? ചോദ്യ രൂപത്തിൽ തന്നെ അഭിപ്രായം നൽകിയാലോ? Why don't we make പൊറോട്ട ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? പൊറോട്ട എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പൊറോട്ട പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൈ ഡോണ്ട് വി എന്ന പ്രയോഗമാണ്. ചോദ്യ രൂപത്തിൽ അഭിപ്രായം പറയാൻ ഈ വാക്യം നല്ലതാണ്. അതുപോലെ വൈ ഡോണ്ട് ഹി, വൈ ഡോണ്ട് യു അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇതുപോലെ ചോദ്യ രൂപത്തിൽ അഭിപ്രായം നൽകാൻ വേണ്ടിയുള്ള മറ്റൊരു യൂസേജാണ് ഹൗ അബൌട്ട്. ഹൗ അബൌട്ട് മേക്കിംഗ് പൊറോട്ട ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഹൗ അബൌട്ടിന് ശേഷം വരുന്ന വെർബ് ING ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്. എനിക്ക് ഒരഭിപ്രായം കൂടി പറയാനുണ്ട്, പക്ഷേ അത് വീട്ടിലാരും സമ്മതിക്കാറില്ല. എന്നാലും പറയാം. ഹൗ അബൌട്ട് ഗെറ്റിംഗ് എ ടേക്ക് അവേ? ടേക്ക് അവേ എന്താണെന്ന് മനസ്സിലായോ? ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങുന്നത്. ഈ പാഴ്സൽ വാങ്ങുന്നതിനുള്ള കറക്റ്റായ പ്രയോഗമാണ് ടേക്ക് അവേ. നിങ്ങൾ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലുമൊക്കെ ടേക്ക് അവേ കൗണ്ടർ കണ്ടിട്ടില്ലേ? സജഷൻസ് നൽകാൻ ഇനിയും ഒരുപാട് രീതികളുണ്ട്. തൽക്കാലം നമുക്ക് ഒരെണ്ണം കൂടി പഠിക്കാം. ഇൻ മൈ ഒപ്പീനിയൻ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഒരു പ്രയോഗമാണിത്. ഇൻ മൈ ഒപ്പീനിയൻ വി ഷുഡ് മേക്ക് പൊറാട്ട ടുഡേ. ഇത് കേട്ടത് കൊണ്ട് മാത്രം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കില്ല. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്താ പ്രാക്ടീസ്? ഒരു കാര്യം കൂടി പറയാനുണ്ട്, പക്ഷേ അത് പറയുന്നത് ഞാനല്ല, എൻ്റെ ഇംഗ്ലീഷ് ഗുരു ഫാബിയാണ്. ഗുരു എന്ന് കേട്ട് പേടിക്കേണ്ട കേട്ടോ, അവൾ എൻ്റെ കസിനാണ്. സോ മീറ്റ് മൈ ഫ്രണ്ട്, കസിൻ ആൻഡ് ഗുരു ഫാബി ഷാഹുൽ. Hello everyone, I'm Fabi Shahul and I'm currently awaiting my class 10 results. So, I'm a student just like you guys and I will be joining you all in this learning journey. English നന്നായി പഠിക്കണമെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്തിരിക്കണം. റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിംഗ്, സ്പീക്കിംഗ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിബിൻ്റെ ഈ ക്ലാസ്സും ശ്രദ്ധിക്കണം. First, let's concentrate on reading. Reading is a very important element in learning any language. വായന ഏത് ഭാഷ പഠിക്കാനും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. We can begin this practice by reading newspapers. ന്യൂസ്പേപ്പർ എന്ന് പറഞ്ഞാൽ മുഴുവനും വായിക്കണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗം, സ്പോർട്സോ എൻ്റർടൈൻമെൻറ്റോ ആയിരിക്കാം. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ മെയിൻ ന്യൂസും എഡിറ്റോറിയലും വായിക്കാൻ മറക്കരുത്. പത്രമല്ലാതെ ചെറിയ പുസ്തകങ്ങൾ, സുധാമൂർത്തിയുടെ ഷോർട്ട് സ്റ്റോറീസ്, പഞ്ചതന്ത്ര ടെയിൽസ്, ജാതക ടെയിൽസ്, അറേബ്യൻ നൈറ്റ്സ്, ഇതുപോലെ സിമ്പിൾ പുസ്തകങ്ങൾ വായിക്കാൻ മറക്കരുത്. അതുമില്ലെങ്കിൽ മാഗസിൻസോ ഇ ബുക്സോ സാധാരണ വാട്സാപ്പ് മെസ്സേജസ് ആണെങ്കിലും മതി. അതാണെങ്കിലും വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് റീഡിംഗ്. So guys, that's all for today. Do not forget to like, share and subscribe to our channel.